എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 75-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസത്തെ വീഡിയോ പോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും, ചലഞ്ച് എടുക്കാത്ത ആൾക്കാർക്കും ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എല്ലാ ദിവസവും ചെയ്യാം. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് എല്ലാ ദിവസവും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ആ ഒരു സമയം കണ്ടെത്തിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇത് മുടങ്ങാതെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. ഇപ്പം എനിക്കെപ്പോഴും ഈ ഒരു സമയത്താണ് ഇതിനുള്ള ടൈം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുക, നിങ്ങൾക്കും എന്നെപ്പോലെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇൻവേർഷൻ മെത്തേഡ്, അതായത് നമുക്ക് ആ ഒരു മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചീകി കൊടുക്കാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം രാവിലെയോ വൈകുന്നേരമോ രാത്രി കിടക്കുന്നതിന് മുൻപോ ഏതെങ്കിലും ഒരു സമയം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുടി ബാക്കിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചീകിയെടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത അതേ ഹെയർ പാക്ക് തന്നെയാണ്. അപ്പം ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അതായത് ഡേ 73 വീഡിയോയിലുണ്ട് കേട്ടോ. അതായത് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് ആ ഒരു ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊരു 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഈ ഒരു ചലഞ്ച് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡേ 1 തൊട്ടിട്ട് കാണണം. എന്നാലാണ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഒരു ചലഞ്ച് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡേ 1 തൊട്ടിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു ഹെയർ പാക്ക് മുടിയുടെ എല്ലാ സെക്ഷനായിട്ട് ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ വകച്ചിലുകൾ എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മൾ വകച്ചിലെടുക്കുന്ന ആ ഒരു ഏരിയയിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ ആ ഒരു നെറ്റി കയറുന്ന സ്ഥലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഹെയർ പാക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു ഹെയർ പാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഉലുവ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം എനിക്കത് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഉലുവ ആഡ് ചെയ്യാത്തത്. ഇനി ഉലുവ യൂസ് ചെയ്യുന്നത് മുടി വളരാൻ നല്ലതാണ് കേട്ടോ ഉലുവ. അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും, ഡാൻഡ്രഫ് മാറാൻ, മുടിക്ക് കളറ് കൊടുക്കാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനോടൊപ്പം 1 സ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് കേട്ടോ. ഇനി ഉലുവ സ്യൂട്ടബിൾ ആകാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും എന്നെപ്പോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനി ഇതിൽ കരിഞ്ജീരകം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കരിഞ്ജീരകം പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്തേക്കും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ മുടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ, മുടിയുടെ ആ ഒരു ലെങ്തൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ സഹായിക്കും കേട്ടോ. അതായത് നമ്മുടെ മുടി പെട്ടെന്ന് ഒരു എന്താ പറയുക, ആ ഒരു ഫ്രിസിനെസ്സൊക്കെ പോയിട്ട്, ഡ്രൈനെസ്സൊക്കെ പോയിട്ട് മുടി പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റായി നമുക്ക് ജടയൊക്കെ കളയാൻ പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറും.
അപ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മുടെ ആ ഒരു മുടി വേരുകളിലേക്ക്, ആ ഒരു സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഈ ഒരു പാക്കും കാര്യങ്ങളും ഒക്കെ എത്തുക. എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെയും ആ ഒരു ഇതിലേക്ക് എത്തിയിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ കളയാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് ആ ഒരു തലയോട്ടിയിൽ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റ് കയറുന്ന സ്ഥലത്ത് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെയർ പാക്ക് നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 hour വരെ വെച്ചേക്കാം. നിങ്ങൾക്ക് മിനിമം ഒരു 30 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. മാക്സിമം പറഞ്ഞാലൊരു 1 മണിക്കൂറാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ടു 1 hour ഇതിനിടയിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് കഴുകി കളയാം കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാനേ പാടുള്ളൂ. ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. കൂടാതെ ഓൺലൈനിൽ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി മേലെ കെട്ടി വയ്ക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റ് 1 hour വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.